വെൽക്കം ടു ആൻവേൾഡ്. സോ നമുക്ക് ഇന്ന് സെറ്റിലെ ഒരു പ്രോബ്ലം ചെയ്യാം. ദ സ്റ്റോക്ക് തിയറം ഈസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ആൻസർ ബി ആണ്. എല്ലാവർക്കും അറിയാം. ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു എക്സാമിന് സ്റ്റോക്ക് തിയറം ആയിരുന്നു ചോദിച്ചത് അല്ലേ? ലാസ്റ്റ് എക്സാം ആയിരുന്നത് അല്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് എക്സാമിന് ചിലപ്പോൾ ഡൈവേർജൻസ് തിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് തിയറും ഡൈവേർജൻസ് തിയറും അങ്ങോട്ടും ഇങ്ങോട്ടും ചില സമയത്തൊക്കെ മാറിപ്പോകാറുണ്ട്. ചിലപ്പം ഒരുപാട് കാലം കഴിഞ്ഞിട്ടൊക്കെ എക്സാം എഴുതുന്നവർക്കൊന്നും ചിലപ്പോൾ ഇത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. സോ സ്റ്റോക്ക് തിയറും ഡൈവേർജൻസ് തിയറും മാറിപ്പോകാതിരിക്കാൻ ജസ്റ്റ് LSV എന്നെഴുതാം. ഓക്കെ. സോ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഇൻ്റഗ്രൽ, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഇൻ്റഗ്രൽ, V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഇൻ്റഗ്രൽ. സോ ഫസ്റ്റ് LSനെയും കണക്ട് ചെയ്യുന്നത് സ്റ്റോക്കാണ്. ഫസ്റ്റ് വരുന്നത് എന്താണ്? സ്റ്റോക്കാണ്. SV അതായത് സർഫസും വോളിയം കണക്ട് ചെയ്യുന്നത് ഡൈവേർജൻസ് ആണെന്ന് ഓർക്കുക. ഡൈവേർജൻസ്. ഓക്കെ. അപ്പോൾ സ്റ്റോക്ക് തിയർ ആണെങ്കിൽ അവിടെ ലൈൻ ഇൻ്റഗ്രലിനെയും സർഫസ് ഇൻ്റഗ്രലിനെയാണ് കണക്ട് ചെയ്ത് എഴുതുന്നത്. എന്നാൽ ഡൈവേർജൻസ് തിയറത്തിൽ സർഫസ് ഇൻ്റഗ്രൽ ടു വോളിയം ഇൻ്റഗ്രലാണ് കൺവേർഷൻ വരുന്നത്. ഓക്കെ. ഇനി സ്റ്റോക്കിൻ്റെ കൂടെ എപ്പോഴും കേളാണ് വരിക. സ്റ്റോക്കിൻ്റെ കൂടെ എപ്പോഴും കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് എന്നുള്ള സിമ്പിളാണ് വരിക. ഓക്കെ. ഇനി ഡൈവേർജൻസ് ആണെങ്കിൽ അവിടെ വരുന്ന സിമ്പിൾ എന്താണ്? ഡൈവേർജൻസ്. ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ല. ഡൈവേർജൻസ് ഡെൽ ഡോട്ട് എന്നുള്ള സിമ്പിളാണ് വരിക. ഓക്കെ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഇത് നോക്കൂ, ഇവിടെ വരുന്നത് എന്താണ്? ഡൈവേർജൻസ് ആണ്. അപ്പോൾ ഇതൊരിക്കലും സ്റ്റോക്ക് തിയർ ആവില്ല അല്ലേ? ഇവിടെ വരുന്നത് ഗ്രാഡാണ്. അപ്പോൾ ഈ രണ്ട് തിയറത്തിലും ഗ്രാഡിൻ്റെ ടേം തന്നെ വരുന്നില്ല. അപ്പോൾ ഇതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഓപ്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കേൾ വരുന്നത് ഏതാണ്? ഇതാണ് വരുന്നത്. ഇവിടെ ലൈൻ ഇൻ്റഗ്രലും സർഫസ് ഇൻ്റഗ്രലും കണക്ട് ചെയ്തിട്ടാണ് എഴുതുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. സോ ഈ ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് നിങ്ങൾ ഓർത്ത് എഴുതി ഒരുപാട് വട്ടം എഴുതി പഠിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓപ്ഷൻ കണ്ടിട്ട് നമുക്ക് എക്സാമിന് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചില സമയത്ത് നമ്മൾ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പോൾ തെറ്റായി വരാറുണ്ട്. സോ ഇതൊന്ന് മനസ്സിൽ ഉറപ്പിച്ച് നിർത്തുക. ഈ ഒരു ടിപ്പ് നോക്കിയാൽ മതി. ഓക്കെ. താങ്ക് യു.